കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് വീഡിയോകളൊന്നും ഇടുന്നില്ലായിരുന്നു, ക്ഷമിക്കണം. ഇന്ന് ഞാൻ നമ്മുടെ ഒരു സംഭവം പറയാൻ വേണ്ടി, നമ്മുടെ സുഹൃത്തിന് വന്ന സംഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനൊരു ഹൗസ് ഡ്രൈവറായിട്ട് ഒരു വീട്ടിൽ 8 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. പെട്ടെന്ന് അവൻ്റെ പെങ്ങളുടെ വിവാഹം വരുന്നു. അപ്പോൾ 8 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഓണറുടെ അടുത്ത് അവൻ, സാർ എനിക്കൊരു 2 ലക്ഷം രൂപ വേണം, പെങ്ങളുടെ കല്യാണമാണ്, എൻ്റെ ശമ്പളത്തിൽ നിന്ന് മാസം 10,000 രൂപ വെച്ച് പിടിച്ചു എന്നവൻ അവകാശപ്പെടുന്നു, അല്ല ഞാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ മറുപടി പറയാം എന്ന് പറഞ്ഞു വിടുന്നു. ഇതെല്ലാം എന്നോട് അവൻ വന്ന് പറഞ്ഞ ഒരു അനുഭവം ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുന്നു. നാളെ നമ്മളിങ്ങനെ ആവാതിരിക്കട്ടെ എന്നൊരു ഗുണപാഠത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ പിറ്റേ ദിവസം കണ്ടപ്പം അവനോട് സാറ് പറഞ്ഞു, ജോയല, ഞാൻ ഒരു 60,000 രൂപ തരാം. 60,000 രൂപ തരുവാണെങ്കിൽ 12-5-60, ഒരു വർഷം കൊണ്ട് 12 മാസം 5,000 രൂപ വെച്ച് പിടിച്ചാൽ 60,000 രൂപ തീരുമല്ലോ. അപ്പം ജോയൽ പറഞ്ഞു, സാറേ 2 ലക്ഷം തന്നാൽ ഞാൻ മാസം ഒരു 10,000 രൂപ വെച്ച് തീർക്കാം. അയ്യോ, എൻ്റെ ഈ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ബെൻസ് കാറ് ഓടിയാണ് അവൻ ഓടിക്കുന്നത്, കോടീശ്വരനാണ് അദ്ദേഹം. 2 ലക്ഷം രൂപ 8 വർഷമായിട്ട് സ്വന്തം ജീവൻ കൈപ്പിടിച്ച് അവരെ കാത്തുരക്ഷിക്കുന്ന ഡ്രൈവർക്ക് ഒരു സഹായം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആ മഹാനുഭാവൻ്റെ മനസ്സ് എത്രത്തോളം വലുതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതൊരു കൂട്ടുകാരൻ്റെ അനുഭവം ആയതുകൊണ്ട് നമുക്ക് വെറും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ഇത് നാളെ നമുക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യും? ശരിയല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരും ഡ്രൈവർമാരൊക്കെ കാണാം, അല്ലെങ്കിൽ ഡ്രൈവറെ വെച്ച് ഓടിക്കുന്ന ഓണർമാർ കാണാം. അപ്പോൾ അവരുടെ എല്ലാം മനസ്സിലേക്ക് ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ജീവനും കൈപ്പിടിച്ച് നമ്മുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഈ മനുഷ്യൻ ഒരു വളയം, ഒരു സ്റ്റിയറിംഗ് പിടിച്ച് നമ്മളെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് എത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വലിയൊരു വിലയല്ലേ. അപ്പോൾ അതൊരു 2 ലക്ഷത്തെ ഒതുങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക. കാരണം പറ്റുന്ന പോലെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. എന്തായാലും തരികയില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ആ തരൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മനുഷ്യനൊക്കെ നമ്മളത് അർഹതപ്പെട്ടതാണ്. ഇത്രയും വർഷമായിട്ട് കൂടെ നിന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന അവർക്ക് വേണ്ടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കുക? എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ദയവ് ചെയ്ത് ഇതൊക്കെ കാണുന്ന ആൾക്കാർ, ഡ്രൈവർമാർ കാണാം, ഓണർമാർ കാണാം, അവരെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഒരു ചെറിയൊരു വീഡിയോയിലാണ്, നമ്മുടെ 3 മിനിറ്റുള്ള വീഡിയോയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രം. താങ്ക് യു സോ മച്ച്. ബൈ.